ഹായ് ഗൈസ്. അപ്പം ഇപ്പം രാവിലെ സമയം 8 മണിയായി. ഞങ്ങൾ 3 മാസത്തിന് ശേഷം നാട്ടിലേക്ക് പോവുകയാണ്. ഫുള്ള് പാക്കെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കാറിൽ ഇപ്പം ഒരു പാണ്ഡ്യ സാറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടുന്ന് സാറാണ് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കി തരുന്നത്. അങ്ങനെ പാണ്ഡ്യ സാറ് ഞങ്ങൾ കറക്റ്റ് സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് അങ്ങനെ ലിയോയുടെ ഫസ്റ്റ് ട്രെയിൻ കയറി. ആദ്യം കയറിയപ്പോൾ ലിയോ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഇത് എന്താ സംഭവം എന്നൊക്കെ. പിന്നെ രാവിലെ നേരത്തെ എണീറ്റതിൻ്റെ ഉറക്കക്ഷീണം നല്ലോണം മുഖത്തുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അധികം അവനെ വെറുപ്പിക്കാതെ വേഗം ഉറക്കി. പിന്നെ അവൻ്റെ കംഫർട്ടിന് വേണ്ടി സൈഡിൽ പില്ലോയും ബ്ലാങ്കറ്റും എല്ലാം വിരിച്ചു അവൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. പിന്നെ അവൻ്റെ ഫുഡിനെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ കഴിക്കുന്ന ഫുഡ് തന്നെ അവന് ചെറുപ്പത്തിൽ പഠിപ്പിച്ചത് കൊണ്ട് അവനെല്ലാം കഴിക്കുമായിരുന്നു. ഉറങ്ങി നീറ്റപ്പം ആശ നല്ല മൂടിയിലെല്ലാമായി. പിന്നെ പുറത്ത് നോക്കിയപ്പം കാണാനധികം നല്ല കാഴ്ചകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൻ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞിരുന്നു കളിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് ബോറടിച്ച് തുടങ്ങിയപ്പോൾ ബോട്ടിൽസ് എല്ലാം വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അവൻ കൂക്കും വിളിയും ഇട്ട് എല്ലാവർക്കും അവിടെ ഒരു എൻ്റർടൈൻമെൻറ്റായി മാറി. ലിയോക്ക് കൊടുക്കാനായിട്ട് ഫ്രൂട്ട്സ് എല്ലാം ഞങ്ങൾ കയ്യിൽ കരുതിയിരുന്നു. ഉറങ്ങി നീറ്റാൽ അവന് നല്ല വിശപ്പാണ്, അതുകൊണ്ട് ഞങ്ങളൊരു പഴം എടുത്തു കൊടുത്തു. അതവൻ നല്ല ഗുഡ് ബോയ് ആയിട്ട് ഫുൾ ഫിനിഷ് ചെയ്തു. ഉച്ചയ്ക്ക് ഒരു 1:30 ആയപ്പോൾ ഞങ്ങൾ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തി. നെക്സ്റ്റ് ട്രെയിൻ 9:30 ആയതുകൊണ്ട് റൂം എടുത്ത് റെസ്റ്റ് ചെയ്യാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാന്. പക്ഷേ പ്ലാൻ എല്ലാം തെറ്റി. ആദ്യം ഞങ്ങളൊരു ഓട്ടോ തപ്പി ഇറങ്ങി. അടുത്ത് തന്നെ എവിടെയെങ്കിലും റൂം എടുത്ത് നിൽക്കാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാന്. ഓട്ടോ ഡ്രൈവർ ഒരു ചേച്ചിയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ചേച്ചിയെ കാണാൻ. പക്ഷെ അവളുടെ ഫേസ് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഡൽഹിയിലെ ചൂടും ബ്ലോക്കും എല്ലാം കഴിഞ്ഞ് റൂം തപ്പിയപ്പോൾ റൂമൊന്നും കിട്ടുകയും ചെയ്തിട്ടില്ല. ഞങ്ങൾക്കെല്ലാം വിശന്ന് തുടങ്ങുകയും ചെയ്തു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നല്ലൊരു ഹോട്ടൽ തപ്പി ഇറങ്ങാമെന്ന്. അങ്ങനെ ഒരു ചെറിയ ഡോറ് കണ്ട് ഞങ്ങളൊരു ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ഞങ്ങൾക്ക് ആ കാര്യം മനസ്സിലായത്. ഞങ്ങൾ കയറി ചെന്നത് ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ്. അപ്പം ഞങ്ങളെ പ്ലാന് നൈസായിട്ടൊന്ന് മാറ്റി. ഒരു റൂം എടുത്ത് നിൽക്കുന്നതിനേക്കാളും നല്ലത് 2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യുന്നതല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ വെയിറ്റിംഗ് റൂമിലായിരുന്നു 9:30 വരെ ഞങ്ങൾ. അവിടെ നിന്നും ലിയോ കുറച്ച് നേരം ഉറങ്ങി എണീറ്റതിന് ശേഷം അവൻ വലിയ അലമ്പൊന്നുമില്ലായിരുന്നു. അവൻ എല്ലാവരുമായിട്ട് കമ്പനിയായി സംസാരിച്ചിരുന്നു. പിന്നെ രാത്രി ട്രെയിൻ ആയതുകൊണ്ട് അന്ന് രാത്രി വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. രാവിലെ എണീറ്റപ്പോൾ അവൻ നല്ല ദേഷ്യത്തിലായിരിക്കുന്നത്. ഇതുവരെ കഴിഞ്ഞില്ലേ എന്നുള്ള ഭാവമായിരുന്നു അവന്. പിന്നെ പുറത്തേക്ക് കുറച്ചൊക്കെ നോക്കി, കുറച്ച് പച്ചപ്പൊക്കെ അവന് കണ്ടപ്പോൾ ഒരു സമാധാനമായി. പിന്നെ ഞങ്ങൾ അന്ന് രാത്രി ട്രെയിനിൽ വെച്ചിട്ട് ഒരുപാട് മലയാളീസിനെ പരിചയപ്പെട്ടു. അതുകൊണ്ട് ഡൽഹി ടു കേരള യാത്ര ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. നല്ല രസമായിരുന്നു. കുറേ സംസാരിച്ചിരുന്ന സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു ഫാമിലി പോലെ തന്നെ. പിന്നെ അന്ന് വിഷു ദിവസവും ആയിരുന്നു. ലിയോയുടെ ഫസ്റ്റ് കൈനീട്ടം കിട്ടിയത് ഇവരെ കയ്യിൽ നിന്നായിരുന്നു. ഇത് കോട്ടയത്തുള്ളൊരു ഫാമിലിയാണ്. അവൻ്റെ ലൈഫിലെ ഫസ്റ്റ് വിഷുവും ഫസ്റ്റ് കൈനീട്ടവും കിട്ടിയത് എല്ലാം ട്രെയിനിൽ നിന്നായിരുന്നു. അങ്ങനെ വിഷു ദിവസം രാവിലെ ഞങ്ങൾ കോഴിക്കോട് എത്തി. ഞങ്ങളെ കൂട്ടാനായിട്ട് എൻ്റെ അമ്മയും ചേട്ടനും ചേച്ചിയും നിലയും നന്നുവും എല്ലാം വന്നിരുന്നു.